എന്റെ പേര് ചക്രവർത്തി എന്നാണ്. എന്താണ്? ചക്രവർത്തി. ചക്രവർത്തി 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 അല്ല, ചക്രവർത്തി. ചേട്ടൻ എവിടെ? കൊച്ചിയാണോ? അല്ലല്ല, ഞാൻ ഇപ്പൊ വലുതായി. കൊച്ചൊന്നുമല്ല, ചെറുപ്പത്തിലായിരുന്നു കുഞ്ഞത്. നമ്മുടെ ഒരു CT ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ആണ് മാഡം. ഒരു ഹാമ്പർ ബോക്സ്. അതെന്തൊക്കെയാ പ്രൊഡക്ട്സ് വെക്കാറ്? ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് നഖം വെട്ടി, അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ അഴുക്കൊക്കെ കുത്തിയിരിക്കുന്ന സാധനങ്ങൾ, കുത്തിക്കളയാൻ പറ്റുന്ന സാധനങ്ങളെ. ഏത് ബ്രാൻഡാ? എന്റെ ഞാൻ പണ്ട് തൊട്ടേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് ചെയ്തില്ലേ? ഷൗപ്പട്ടിക്കട, ശങ്കർ കോരട്ടിയുടെ ഷൗപ്പട്ടിക്കട ആരായാലും പറഞ്ഞു. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ അനൂപാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ഗുലുമാലിലേക്ക് സ്വാഗതം. കുറേ കാലമായി നമ്മൾ തമ്മിൽ എപ്പിസോഡ് ചെയ്തിട്ട്, കാരണം നമ്മൾ തമ്മിൽ കണ്ടിട്ട്, കാരണം ചെറിയ ചില തിരക്കുകളുമായി ബന്ധപ്പെട്ട് പോയതാണ്. തീർച്ചയായും നമ്മൾ ഇന്നൊരു എപ്പിസോഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പ്രായം കൊടുക്കാൻ പോകുന്നത് മലയാളത്തിലെ കുറേ ആഡ് ഫിലിമുകളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് വിവി അശാന്ത്. അപ്പോൾ വിവി ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് വിവി ചെയ്തതിലൊരു നല്ലൊരു ക്യാരക്ടറായിരുന്നു 1000 Babies എന്ന് പറഞ്ഞ സീരീസിൽ ഒരു കിടിലൻ ക്യാരക്ടർ വിവി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കലാനിലയത്തിൽ ഒരു തിയേറ്റർ പ്ലേ ചെയ്യുകയാണ്. രക്തരക്ഷസ് എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഡ്രാമ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ വിവിയെ പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിവിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രുതി ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു കുട്ടിയും രാജീവ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. രാജീവാണ് അത് ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ രാജീവും ശ്രുതി കൂടെ ചേർന്നിട്ട് പ്രാങ്ക് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ മറ്റൊന്നുമല്ല, ശ്രുതി പറഞ്ഞിട്ടുണ്ട് ഇന്നപോലെ ഒരു കൊളാബിൻ്റെ കാലഘട്ടമാണല്ലോ. അപ്പം വിവിയുടെ പേജിലൂടെയും വിവി ഒരു പ്രോഡക്റ്റിനെ കൊളാബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഷോപ്പിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ശവപ്പെട്ടിയാണ് കൊളാബ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് വിവിക്ക് ഒരു കാരണവശാലും അറിയില്ല. അത് ഞാൻ ആദ്യം പറയുന്നതുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ശവപ്പെട്ടിയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ രസകരമായ ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും വിവിയെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് പ്രാങ്ക് ചെയ്യാണ്. കാണാം. square feet ഉണ്ട്. 10,000 600 seats ഉണ്ട്. ഓക്കെ. എത്ര മണിക്കാ ഫസ്റ്റ് ഷോ? 6 ഫസ്റ്റ് ഷോ, 9:30 സെക്കൻഡ് ഷോ. നല്ല ഹെക്ടിക് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ടൈറ്റ് ആയിട്ട് പോകല്ലേ? നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് തിരിക്കാലോ? ആ, രാവിലെ ഇറങ്ങിയതായിരിക്കും. ആണോ? എടുത്തോ, കുഴപ്പമില്ല. ഇന്ന് വൈകിട്ട് ഷോ ഉണ്ട്, കണ്ടിട്ട് പോകും. ഇന്ന് വൈകിട്ട് ഷോയ്ക്ക് ഞാൻ വേറെ ദിവസം വരാം. വേറെ ദിവസം ഇന്ന് ഇത്തിരി തിരക്കുണ്ട്. ഒരു 8 മണിക്ക് എറണാകുളത്തിനുണ്ട്. എങ്ങനെ പോകുന്നു ഷോ? നല്ല ഹെക്ടിക് ആണ്, പക്ഷേ നല്ല റെസ്പോൺസ് ഉണ്ട്. ഞാൻ ഒന്ന് എടുത്തോട്ടെ, കുറേ നേരമായിട്ട് ആരോ വിളിച്ചു. ശരി. ഹലോ. 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 നമസ്കാരം മാഡം, തിരക്കിലാണോ? ഇല്ല, പറഞ്ഞോളൂ. മാഡം, ഞാൻ ശ്രുതി ശ്രീനിവാസ് പറഞ്ഞിട്ട് വിളിക്കുകയാണേ. ഓക്കെ. ഞാൻ തിരിച്ചു വിളിച്ചാൽ മതിയോ? എനിക്കൊരു മീറ്റിംഗിൽ. അയ്യോ, എന്താ പറയുക, ഞാനും തിരിച്ചു വിളിക്കാൻ പറ്റാത്തൊരു സ്ഥിതി നിൽക്കുന്നതുകൊണ്ടാണ്. 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ. ശ്രുതിയെ മനസ്സിലായോ മാഡം? മനസ്സിലായി. ശ്രുതി പറഞ്ഞിരുന്നു വിളിക്കാൻ. ഞാനൊരു കൊളാബിന്റെ കാര്യം പറയാൻ എവിടെ ഇപ്പോൾ ഉള്ളത് ഞാൻ അറിഞ്ഞായിരുന്നു. എനിക്കറിയാം. ഞാൻ മറ്റേ ആദ്യം തന്നെ പറയട്ടെ, 1000 Babies എന്ന് പറഞ്ഞ സീരീസ് കണ്ടിരുന്നു കേട്ടോ. നല്ല വേഷമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കലാനിലയത്തിന്റെ നാടകം ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? തിയേറ്റർ ഏതാ മാഡം? രക്തരക്ഷസ്. പിന്നെ അതിലേത് ക്യാരക്ടറാ മാഡം? ഓ, വലിയ സന്തോഷം. സിനിമയിലും നാടകത്തിലും തിയേറ്ററിലൂടെ ഒക്കെ ഉള്ളു കയറാൻ വേണ്ടി തീരുമാനിച്ചല്ലേ? സന്തോഷം. എനിക്ക് 2 മിനിറ്റ് പറയാൻ കിട്ടും. ഞാൻ ഒരു കൊളാബിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാണ്. എന്തോ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. എന്റെ പേര് ചക്രവർത്തി എന്നാണ്. എന്താണ്? ചക്രവർത്തി അല്ല, ചക്രവർത്തി. ഹലോ. മാഡം, കേൾക്കാമോ? ശങ്കർ കൊരട്ടി. ഓ, ശങ്കർ കൊരട്ടി. ഞാൻ വേറെ കേട്ടോ, സോറി. എന്ത് പറ്റി? ഇല്ല, ഞാൻ വേറെ എന്താ കേട്ടാ, സോറി. ഓക്കെ. ചില സമയത്ത് നമ്മള് പലരും പലതുമായിട്ടാ കേൾക്കുന്നത്. ചേട്ടൻ എവിടെ? കൊച്ചിയാണോ? അല്ലല്ല, ഞാൻ ഇപ്പൊ വലുതായി. കൊച്ചൊന്നുമല്ല, ചെറുപ്പത്തിലായിരുന്നു കുഞ്ഞത്. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഓ, തീർച്ചയായിട്ടും. സോറി. അതായത് ഞാനിപ്പോ കൊച്ചിയില്ല. അങ്ങനെയാണോ ചോദിച്ചേ?
കൊച്ചിയിലാണോ? ഞാനിപ്പോ കൊച്ചിയിലാണ് ഉള്ളത്. അതായത് നമ്മുടെ ഒരു CT ബോക്സ് എന്ന് പറയുന്നൊരു ബോക്സ് ആണ് മാഡം. നമ്മളൊരു ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ, കാരണം വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാതെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ഒരു ബോക്സ് ആണ്. അപ്പോൾ അതിന്റെ ഒരു കൊളാബാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനം ഇവിടെ കൊച്ചി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് വെച്ചാൽ ആ ബോക്സ് എന്ന് പറഞ്ഞാൽ വളരെ വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. അതിനകത്ത് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് നഖം വെട്ടി, അതുപോലെ തന്നെ ഈ നഖം ഇടയ്ക്കൊക്കെ അഴുക്കൊക്കെ കുത്തിയിരിക്കുന്ന സാധനങ്ങൾ കുത്തിക്കളയാൻ പറ്റുന്ന സാധനങ്ങളെ, പിന്നെ അതുപോലെ വെള്ളം അടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വളരെ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. അപ്പോൾ അതിനകത്ത് മാഡം ആ ബോക്സ് ഒന്ന് എന്താ പറയാ, ബോക്സിനെ ഒന്ന് കൊളാബ് ചെയ്തിട്ട് മാഡം ഒന്ന് സംസാരിക്കും. എന്റെ ഞാൻ പണ്ട് തൊട്ടേ MH ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഏത് അങ്ങനെ ബ്രാൻഡ് ഒന്നുമില്ല, ഏത് ചാത്ത നമ്മളെ എന്താ മാഡം ഈ ബോക്സ് ആണോ ചേട്ടാ പ്രോഡക്റ്റ്? ഈ ബോക്സ് പ്രോഡക്റ്റ്. ഈ ബോക്സ് ശ്രുതി പറഞ്ഞിട്ടില്ലായിരുന്നു അവളെ ശ്രുതി പറഞ്ഞ എന്തോ ഐറ്റംസ് ആണെന്നാ പറഞ്ഞത്. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ ഐറ്റംസ്. അതായത് ഇത് സാധാരണ ഇതിൽ ഇത് ആരും പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല, മനസ്സിലായില്ലേ? നമ്മളിത് ഗിഫ്റ്റ് കൊടുക്കുക, ഗിഫ്റ്റിന് വേണ്ടി മാത്രം ലോകത്തുണ്ടാക്കിയേക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ബോക്സ്. അത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരുന്നത്. നമുക്കൊരു സുഖമായിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ആൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നവർ. എന്താ മാഡം കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് വാങ്ങിക്കാം അല്ലേ? എന്താ പറഞ്ഞേ? നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പൊ അതിനകത്ത് നമുക്ക് ആവശ്യമായ ചിലപ്പോൾ മദ്യപിക്കുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെ വെള്ളം അടിക്കാനുള്ള ഡിസൈൻഡ് ഗ്ലാസ്, പിന്നെ ഫ്ലവറുകളൊക്കെ അലങ്കരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ ഗിഫ്റ്റിലുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ്. അത് CT ബോക്സ് നമ്മുടെ ഇത് മാഡം നമ്മുടെ ഷോപ്പിലേക്ക് വരണം, വന്നാലാണ് നമ്മുടെ ഒന്ന് പ്രസന്റ് ചെയ്യുകയും അതിനകത്തൊക്കെ ഒന്ന് ഇരിക്കുകയൊക്കെ ഇത് കൊച്ചിയിലാണ്. മാഡത്തിന്റെ ഒരു കാര്യം മാഡം, എന്ത് കാര്യം ചെയ്താലും റെമ്യൂണറേഷന്റെ കാര്യം ഒന്ന് തീർച്ചയായിട്ടും സന്തോഷം. അതൊരു മാന്യമായ തുകയാണ്, നമുക്ക് തരുന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു കുറഞ്ഞ തുകയാണ് നോക്കിയത്. പക്ഷെ മാഡം പറയുന്ന തുക എന്ന് പറയുന്നത് വളരെ മാന്യമായ ഒരു വലിയ തുകയാണ്. തീർച്ചയായിട്ടും മതി അല്ല മാഡം. അതായത് മാഡം വരുന്നതിനോടൊപ്പം തന്നെ മാഡം നമ്മൾ കൊളാബ് ആകുമ്പോഴത്തേനും നമുക്കത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യുകയും നമ്മളോടൊപ്പം സഹകരിക്കുകയൊക്കെ വേണം. ഉറപ്പായിട്ടും ഞാൻ കൊളാബ് ചെയ്യുന്നതിനെല്ലാം ഇൻസ്റ്റയിലും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഇൻസ്റ്റയിലും പിന്നെ പേയ്മെന്റ് ആണ് ഇൻസ്റ്റ ആക്ച്വലി, പക്ഷെ ഞാൻ കൊളാബ് ചെയ്യുന്നതിന് ഞാൻ നോക്കാറില്ല, ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. സന്തോഷം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെന്ന് വലിയ സന്തോഷമായിരിക്കും. അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് എന്നത്തേക്ക് മാഡം വരും? നമ്മൾ അങ്ങനെ 2-3 പെട്ടി റെഡിയാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇപ്പൊ ഞാൻ ഇവിടെ കലാനിലയത്തിന്റെ ഒരു രക്തരക്ഷസൊരു ഞാൻ പറഞ്ഞു, അത് ഞാൻ അറിഞ്ഞു. അത് കൊടുങ്ങല്ലൂരാണെന്നാണ് ശ്രുതി പറഞ്ഞത്. കൊടുങ്ങല്ലൂരല്ലേ അത്? നല്ല ടൈറ്റ് ആയിട്ട് ഞാൻ ആക്ച്വലി വേറെ അല്ല, നമ്മുടെ ഈ ടൈറ്റ് ഒക്കെ മാറും. നമ്മുടെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ 10 പൈസ കിട്ടുമ്പോൾ ടൈറ്റ് ഒക്കെ മാറും. ഓ ശരി. ഓക്കെ. അപ്പൊ ഒരു സമയം നമുക്ക് 2 ആഴ്ചയും കൂടെ എന്തായാലും പറ്റില്ല. അത് കഴിഞ്ഞിട്ടൊരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിലേക്ക് നമുക്ക് ഈ പെട്ടിയെല്ലാം ഒരുക്കി വെക്കണ്ടേ നടക്കുന്നതിന്? ഒരു November 2 ഒക്കെ പറ്റുമോ? November, October, November 2 തീർച്ചയായിട്ടും. നമ്മൾ എൻഡിലാണ്, എല്ലാവരുടെയും ജീവിതത്തിൽ എൻഡിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, November 2 മാഡം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 10 o'clock എത്തുമോ നമ്മുടെ ഇത് കൊളാബ് ചെയ്യാൻ വേണ്ടി പെട്ടി? കൊച്ചിയിൽ കങ്ങരപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അറിയാമോ? കൊച്ചിന്ന് അറിയാലോ? അത് തന്നെ കങ്ങരപ്പടി. എന്നിട്ട് എന്റെ ശേഖർ കൊരട്ടിയുടെ ഷോപ്പ് ചോദിച്ചാൽ ആരാലും പറഞ്ഞു തരും. ശവപ്പെട്ടിക്കട, അത് ശങ്കർ കൊരട്ടിയുടെ ശവപ്പെട്ടിക്കട ആരാലും പറഞ്ഞു തരും. ഏതാ? അല്ല, ശങ്കർ കൊരട്ടിയുടെ ശവപ്പെട്ടിക്കട ചോദിച്ചാൽ ആരായാലും പറഞ്ഞു തരും. ഞാൻ എത്രയോ പേരെ ഇങ്ങനെ വള്ളി പിടിച്ചു പെട്ടി കൊടുത്തിട്ടുള്ള. ശങ്കർ കൊരട്ടി ശവപ്പെട്ടിക്കട എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറഞ്ഞു തരും. നമ്മുടെ അയ്യോ മാഡം, നമ്മുടെ മാടത്തിൽ നമ്മുടെ ഒരു മാടക്കടയുണ്ട്. ആ മാടക്കടയുടെ സൈഡിലാണ് ശവപ്പെട്ടിക്കട. ഈ ശവപ്പെട്ടി പിന്നല്ലാണ്ട് ഞാൻ വല്ല നഖംപെട്ടിയുടെ ആണോ കൊളാബ് ചെയ്യേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ.
ചേട്ടൻ ബോക്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാമ്പർ ബോക്സ് ആണെന്ന് വിചാരിച്ചു. ഷോപ്പിട്ടിക്ക് കൊള്ളാം. അയ്യോ ഓക്കെ. ചേട്ടാ എന്തായാലും എനിക്ക് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഞാൻ തിരക്കാം. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇപ്പം എന്തായാലും ഡേറ്റ് ഇല്ല ചേട്ടാ. അയ്യോ അങ്ങനെ പറയല്ലേ, ഡേറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഈന്തപ്പനൊന്നും പറിച്ചുകൊണ്ട് തരാം. അതല്ല പ്രശ്നം. അതല്ല ചേട്ടാ, ഒട്ടും സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അയ്യോ അല്ലല്ല, ഇതെന്താ സംഭവം പറയുന്ന കേൾക്കുമ്പോളെ. ഹലോ, നമ്മളെ ഈ ശവപ്പെട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ വേറെ ഒരു പ്രത്യേക, അതായത് വള്ളി പിടിക്കല്ലേ. അതായത് ഞാനാണെങ്കിൽ വേറൊരു മോഡലിനെ വെച്ച് അത് ചെയ്തായിരുന്നു. ദാശാണിയമ്മ എന്ന് പറഞ്ഞൊരു അമ്മച്ചിയാ. അല്ലല്ല, ഇത് പറയുന്ന മൊത്തം കേൾക്ക്. അയ്യോ ഇത് കേട്ടിട്ട് വെച്ചോ. ജോ അങ്ങനെ പറയല്ലേ, ദാശാണിയമ്മ വെച്ചിട്ട് ചെയ്തിട്ട് ഇതിപ്പോ വള്ളി പിടിച്ചിട്ട് പോയി. ആ അമ്മച്ചി മരിച്ചും പോയി. ശവപ്പെട്ടി കെട്ടി ഇടുകയും ചെയ്തു. ഇപ്പൊ രാത്രി ഉറക്കത്തിനകത്ത് ഈ സംഭവം വന്നിട്ട് എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുക. മോളൊക്കെ സ്വപ്നത്തിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഐശ്വര്യമല്ലേ. പിന്നെ അതുമല്ല, മോളൊക്കെ ഈ എന്താ പറയാ, മോള് ഈ ശവപ്പെട്ടിയുടെ ഒക്കെ ഒരു മോഡലായിട്ടും കൊളാബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് മരിക്കാനൊക്കെ തോന്നുകയും ചെയ്യും. ഒരു ആസക്തി ഉണ്ടാവും. മനസ്സിലായില്ലേ? ചേട്ടാ നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കാം. അയ്യോ ഇതിനെപ്പറ്റി ഇപ്പൊ എന്തായാലും എനിക്ക് സമയമില്ല. ഞാൻ ഓൾറെഡി ഒരു മീറ്റിംഗിൽ ഇരിക്കാം. അയ്യോ അങ്ങനെ പറയല്ലേ വെക്കരുത്. അയ്യോ വിവി മോളെ അങ്ങനെ വെക്കരുത്. നമുക്ക് ഞാൻ ആദ്യമേ ഞാൻ പറയില്ലേ, പിന്നെ അല്ലെങ്കിൽ പിന്നെ ആദ്യമേ പറയണ്ടായോ. എന്റെ ഈ 10 മിനിറ്റ് കളയേണ്ട ആവശ്യമുണ്ടോ മാഡം? ചേട്ടൻ പറഞ്ഞോ. ഞാൻ ആദ്യമേ പറയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ പറയണം. ഞാൻ ആദ്യമേ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞാണ്. ഇതൊരു പെട്ടിയാണ്, ഇതിനകത്താണെങ്കിൽ നാഗംപെട്ടിയൊക്കെ ഉണ്ട്. ചേട്ടാ പക്ഷെ എനിക്ക് ശവപ്പെട്ടിയാന്ന് പറഞ്ഞില്ലായിരുന്നു. പിന്നെ ശവപ്പെട്ടി അല്ലാതെ ഞാൻ പിന്നെ വിവിയൊക്കെ വിളിച്ച ഒരു കഷ്ടമാണെന്ന് പറയണേ. ഇത് മോളെ ശവപ്പെട്ടിയുടെ ഇതിനകത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പല പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളിത് ഓക്സിജൻ മാസ്ക് വരെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്സിജന്റെ കിറ്റ് വരെ ഉണ്ട് ശവപ്പെട്ടിക്ക്. ചേട്ടാ എന്തായാലും എനിക്ക് അടുത്തൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉടനെ തന്നെ വേണമല്ലോ. അങ്ങനെയാണല്ലോ ശ്രുതി പറഞ്ഞു. ഉടനെ ചെയ്യണം. ഇത് ഒഴിഞ്ഞു മാറാനുള്ള പരിപാടിയാണല്ലോ ഇത്. ഒഴിഞ്ഞു മാറാനല്ല, ഞാൻ തിരക്കായോണ്ട്. ചേട്ടൻ അറിയാലോ, ഷോ 2 എണ്ണം ഒരു ദിവസം ചെയ്യാന്ന് പറഞ്ഞാൽ എന്നോട് ഒരുപാട് ഷോ കാണിക്കല്ലേ വിവി. എനിക്കറിയാത്ത ഷോ വല്ലോ ആണ് ഇത്. നമുക്ക് സംസാരിക്കാം, പറ്റി സംസാരിക്കാം. അയ്യ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒഴിഞ്ഞു മാറല്ലേ. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ്. 2 മിനിറ്റ് ഞാൻ വേറൊരു മോഡലിനെ വിളിച്ചപ്പോഴും അത് തന്നെയാണ് സംഭവം. ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെച്ച് ശവപ്പെട്ടി ഉണ്ടാക്കിക്കളെ. മനസ്സിലാക്കിയുള്ളൂ. ഒരുമാതിരി നമ്മള് ഞാൻ ശവപ്പെട്ടി വെക്കാറായി ഓൾറെഡി. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ട? ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നത്? ചേട്ടൻ എന്താ മനസ്സിലാവുന്നില്ല. ചേട്ടൻ പറയുന്നത് എനിക്ക് ആക്ച്വലി ഒന്നും കണക്ട് ആവുന്നില്ല. എല്ലാം ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശരിക്കും ഇന്ന് ഷോ ഉണ്ടോ അവിടെ? ഇന്ന് ഷോ ഉണ്ട്. 6 മണിക്ക് ഒരു ഷോ ഉണ്ട്. അത് 9:30 ഒരു ഷോ ഉണ്ട്. ഇതെന്റെ ഉറങ്ങുന്ന സമയം. അത്യാവശ്യം ഞാനിപ്പോ പകല് കിടന്ന് ഉറങ്ങിയിട്ടാണ് രാത്രി ഷോ ചെയ്യുന്നത്. അല്ലല്ല, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിട്ട് വന്നതാണ് ഞാൻ. ആരാ മീറ്റ് ചെയ്യാൻ വന്നേ? മീറ്റിംഗ് എന്റെ ഫ്രണ്ട് തന്നെയാ. ഒരു ഷൂട്ടിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നത്. ഓക്കെ, നല്ല ഫ്രണ്ട് ആണെന്ന് തോന്നുന്നല്ലോ. അതെ അതെ. അപ്പൊ ഇതൊന്നും സെറ്റ് ആക്കിട്ടാ. നമ്മുടെ ശവപ്പെട്ടി ഒന്ന് ജീവിച്ചു പോക്കോട്ടെ. നമ്മൾ 10 ശവപ്പെട്ടി വിറ്റോട്ടെ. നിങ്ങളെ പോലുള്ള മോഡൽസ് ഒക്കെ വരുമ്പോൾ സന്തോഷമായിരിക്കും. നമുക്ക് പ്ലാൻ ചെയ്യാം. കൈവിട്ട് പോവാണ്. എന്തോ കൈവിട്ട് പോവാ. അപ്പൊ ഇല്ലില്ല, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. പിന്നീട് സംസാരിക്കാം. ആയതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വേറെ ഷൂട്ട്സ് ഒന്നും ചെയ്യുന്നില്ല. മാന്യമായിട്ട് തേച്ചിട്ട് പോകട്ടെ എന്നെ കേട്ടോ. അതല്ല ചേട്ടാ, എല്ലാവർക്കും ഇനി അഥവാ പൈസ വല്ലതും കൂടിപ്പോയെങ്കിൽ കുറച്ച് തരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. അല്ല, പൈസ അല്ല ഇവിടെ പ്രശ്നം, സമയമില്ല ചേട്ടാ. ഇനി അഥവാ നമ്മൾ പറഞ്ഞത് വല്ലതും കൂടി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എത്ര വേണം കുറച്ച് തരുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വന്നാൽ മതി. അതല്ല ചേട്ടാ, പൈസ അല്ല ഇവിടെ പ്രശ്നം. പിന്നെ എന്റെ ശവപ്പെട്ടിയാണോ? അതിന്റെ കൂടെ ഞാൻ പ്രോഡക്ട്സ് ഒക്കെ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മുടെ ഇത് പരിസ്ഥിതി വരത്തില്ലല്ലേ? ചേട്ടാ ശരിയെന്നാ, ഞാൻ കുറച്ച് അല്ല, ഒറ്റ കാര്യമാണ്. നമ്മുടെ ഈ CT ബോക്സിനകത്ത് അടക്കം ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നൊക്കെ നമ്മൾ കള്ളം പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂടെ നിൽക്കണം, കൊളാബിന് കൂടെ നിൽക്കണം. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ള സ്വഭാവത്തിലല്ലേ നമുക്ക് മരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ. ഓക്കെ ചേട്ടാ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. ഞാൻ ശരി വെച്ചോട്ടെ. എനിക്ക് അത്യാവശ്യം മീറ്റിംഗിലായിരുന്നു, അതുകൊണ്ട് ഒരാളെ വിളിച്ചിട്ട് മുഷിപ്പിക്കുക. അടുത്തിരിക്കുന്നത് രാജീവല്ലേ, അവന്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഗുലുമാലിന്റെ മീറ്റിംഗ്. ഞാനിത് അനൂപാണ് സംസാരിക്കുന്നത്, ഗുലുമാലിൽ നിന്ന്. ഓക്കേ, അനൂപ് ചേട്ടൻ പറഞ്ഞിട്ട് വന്നെയാണോ? ചേട്ടാ ശബ്ദം കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇതിനകത്ത് വേറൊരു പരിപാടിയിലാണ് വിളിക്കുന്നത്. എന്തോ ഒരു ഞാനല്ലടോ സത്യം. ഹലോ,
ആ ഹലോ സോറി, അതല്ല, ഇത് ആക്ച്വലി ആ ശ്രുതി നമ്മള് ആ ശ്രുതിയും രാജീവ് കൂടെ ചേർന്നിട്ട് വിവിയെ പ്രാങ്ക് ചെയ്യണമെന്ന് വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെ ഞാൻ സത്യസന്ധമായി പറഞ്ഞാല് ഞാൻ നിങ്ങളെ തിയേറ്ററിന്റെ ബാക്കിലുണ്ട് ഇപ്പൊ. ഇവിടെ ഉണ്ടോ? ആ ഇവിടെ ഉണ്ട്, ഞാൻ കൊണ്ട് ഇറങ്ങി വരാം. നിങ്ങൾ ഒരുമിച്ചാണോ വന്നേ? അയ്യോ, ഞാൻ കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് തെറ്റുകാരനല്ല. നിങ്ങളുടെ ഈ രാജീവും ശ്രുതിയും കൂടെ ചേർന്നിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഞാൻ കുറെ കാലമായിട്ട് ചെയ്യാതിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ 1000 ബേബീസ് കണ്ടിട്ട് എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിളിക്കാതിരുന്നതിന്റെ കാരണം ഇങ്ങനെ ഒരു പണി വരുന്നുണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് ഓർമ്മ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിക്കായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, വിളിച്ച് ആ 2 ഗെറ്റപ്പും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം, ഈ കലാനിലയത്തിന്റെ നാടകത്തിൽ ഒരു തിയേറ്റർ പ്ലേയിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ചുകൂടെ നല്ല ഒരു നമുക്ക് പണിയെടുക്കണം. എന്നാലും പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ഒരു പ്രോഡക്റ്റ് ശവപ്പെട്ടി ഒന്ന് ഈശ്വരിച്ചായിരുന്നു. ശവപ്പെട്ടിന്ന് കേട്ടണം പോലെ. ഓക്കെ, ശവപ്പെട്ടിക്ക് കൊളാബോ. പിന്നെ ശ്രുതി പറഞ്ഞിരുന്നതും പ്രോഡക്ട്സ് ആണല്ലോ, കണക്ഷൻ ഇല്ലല്ലോ. നൈസായിട്ടൊക്കെ അറിയാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കുറെ കാലമായിട്ട് ചെയ്തിട്ട് എന്തായാലും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ വന്നായിരുന്നു. ഞാൻ തൊട്ടപ്പുറത്തിട്ടിരുന്നു. ഇവർ തന്നെ ഇതിന്റെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിന്റെ പേര് കലാനിലയത്തിന്റെ ആനന്ദന സാറിനെ, പത്മനാഭ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ അതേപോലെ ചേട്ടാ സാറെ പറയരുത് ഒരു കാരണവശാലും, ചെറിയ പരിപാടിക്ക് അങ്ങനെ ഞാൻ സാറല്ലേ സാറിനെ വിളിച്ചു. കാരണം കോമ്പൗണ്ടിൽ കയറും അദ്ദേഹത്തിനോട് അനുവാദം ചോദിക്കാന്ന് പറയുന്നത് നമ്മുടെ മര്യാദയുടെ ഭാഗമാണല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് സംസാരിച്ചിരുന്നു. എന്നിട്ട് അവിടുത്തെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പണി കിട്ടുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും വലിയ അയ്യോ, ഇത് ഇങ്ങനെയുള്ളവരെ നമ്മൾ കൂടെ കൊണ്ടുവരുന്നില്ല, യാതൊരു പരിചയം കാണിക്കരുത്. എന്തെങ്കിലും ഇടി കൊടുക്കാനുണ്ടെങ്കിൽ ശ്രുതിക്ക് കൊടുക്കുക.